ഞായറാഴ്ച നമുക്കൊരു സ്ഥലം വരെ പോകണം. എവിടെ? നമ്മുടെ ആ പുഴക്കരയിലെ പറമ്പ് കൊടുത്താലോ എന്ന് ആലോചിക്കുക. അന്ന് അഡ്വാൻസ് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ ഇപ്പം ഇത്ര അത്യാവശ്യം? അതിപ്പോൾ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയില്ലേ. എനിക്കാണെങ്കിൽ അവിടെ പോകാൻ പറ്റാറുമില്ല. അപ്പോൾ സതീഷ് ഇങ്ങനെ പ്രൊപ്പോസൽ വച്ചപ്പോൾ ഞാൻ അന്വേഷിച്ചു. അതിനടുത്തുള്ള സ്ഥലത്തേക്കാൾ പൊന്നു വില അപ്പോൾ അവർ ഓഫർ ചെയ്യണേ. PF നിന്ന് പൈസ എടുത്ത് നിങ്ങളുടെ രണ്ടാളുടെയും പേരിൽ അന്നത് വാങ്ങിച്ചപ്പോൾ അതിനന്ന് ചില്ലറ വിലയുള്ളൂ. അറേഞ്ച്മെൻറ്റ്സ് എല്ലാം സതീഷിൻ്റെ. അപ്പോൾ പിന്നെ നമുക്ക് വേറെ ഒന്നും ആലോചിക്കണ്ടല്ലോ. ശനിയാഴ്ച രാവിലെ നമുക്ക് തിരിക്കാം. ബാംഗ്ലൂരിൽ നിന്നായതുകൊണ്ട് അവർക്കും സൗകര്യം കൽപ്പറ്റയിലെ റിസോർട്ടാണ്. നമുക്കാണേലും ഇവിടുന്ന് അങ്ങോട്ട് 1.5 മണിക്കൂറല്ലേ ഉള്ളൂ. ഞാൻ ശനിയാഴ്ചത്തേക്ക് അവിടെ റൂം വിളിച്ച് പറയാം. അഡ്വാൻസ് വാങ്ങി നമുക്ക് അവിടെ ഒന്ന് കറങ്ങിയിട്ട് സൺഡേ തന്നെ തിരിക്കാം. എനിക്ക് തിങ്കളാഴ്ച ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ടേ. അതൊക്കെ മോൻ്റെ ഇഷ്ടം പ്രകാരം ചെയ്താൽ മതി. അല്ലേ ബാലു? എടി, ഇവനാകെ ക്ഷീണിച്ചിട്ടുണ്ട്. നീ ഇവനെ ശ്രദ്ധിക്കുന്നില്ലേ? അളിയ, ഹെൽത്ത് ഒക്കെ കുറച്ചുകൂടി ശ്രദ്ധിക്കണ്ടേ? ഒന്ന് മതിയോ? അതോ 2 വേണോ? കഴിക്ക്. ചിക്കൻ 1 2. ഓക്കെ, കഴിക്കടാ. നന്ദു, നീ എവിടെ എന്തെടുക്ക? ഞാനിതൊന്ന് കഴുകി വെക്കട്ടെ, ഇപ്പൊ വരാം. ഇമാതിരി കാര്യങ്ങളെ കണ്ടിട്ട് നീ ഇങ്ങനെ മിണ്ടാതെ നിന്നോ? ആണാന്ന് പറഞ്ഞ് നടക്കുന്നു. പേരടിക്ക് അടി കൊടുക്കേണ്ട പരിപാടിയല്ല പുള്ളി കാണിച്ചത്. അച്ഛനെ വണ്ടി ഇടിക്കുക, എന്നിട്ട് മൂപ്പരനെ എടുത്ത് ആശുപത്രി കൊണ്ടുപോവാ. ഇതെന്താ റോഷൻ ആൻഡ്രൂസിന്റെ സിനിമയോ? നീ ആയിട്ടാ നിന്റെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരിക്കണം. ഇവിടുത്തെ പിള്ളേരെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ മട്ടാഞ്ചേരിന്ന് പിള്ളേരെ ഇറക്കി തല്ലിച്ചാനെ. പുല്ല്. അയാൾ എന്റെ മൂത്ത് നോക്കി പറഞ്ഞു, എന്ത്? ഇത് വെറും ഒരു സാമ്പിൾ മാത്രമാണെന്ന്. എനിക്ക് കളിച്ച അച്ഛനെ കൊല്ലൂന്ന് പറഞ്ഞടാ. നീ ഒറ്റയ്ക്കാന്ന് കരുതി അയാളുടെ തിളപ്പ്. ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാകും. വാടാ, വാ, വന്ന് കേറ്. വരാൻ. $50 lakhs, 50 ലക്ഷം രൂപ വീതം ഞാൻ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നു. ഒന്നും ചെയ്യാതിരിക്കാൻ, വെറുതെ മിണ്ടാതിരിക്കാൻ, ലൈഫിൽ ഹാപ്പി ആയിട്ട് സെറ്റിൽ ആവാം. ഈ ഓഫർ തട്ടിക്കളയാൻ അത്രയ്ക്ക് മണ്ടന്മാരല്ല നിങ്ങളെന്ന് എനിക്കറിയാം. ഇത്രയും വലിയ എമൗണ്ട് ഓഫർ ചെയ്യാൻ സത്യത്തിൽ നിങ്ങൾ ആ ഭൂമി കൊണ്ട് എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ബാലു, ചില കാര്യത്തിൽ അപ്പം തിന്നാം, കുഴിയെണ്ണ നിൽക്കണോ? നമുക്ക് പോയാലോ? വേണ്ടല്ലേ? ഒരു ഏട്ടൻ്റെ സ്ഥാനത്തല്ല, ഒരു ഏട്ടനായിട്ടാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. ദയവേ നിങ്ങൾ എന്നെ നന്ദൂരെ ചതിക്കരുത്. ചതിച്ച എന്റെ കുടുംബത്തെ ഫാമിലി ഇഷ്യൂസ്. എവിടെയായിരുന്നടാ? നീ കഴിക്കുന്നില്ലേ? ഈ ചെക്കിന് ഇതെന്ത് പറ്റിയതാ? ബാലു, നീ ഇതെവിടെയാ? എത്ര പ്രാവശ്യമായി ഞാൻ വിളിച്ചോണ്ടിരിക്കുന്നു. പ്രിയ, ഞാൻ കുറച്ച് തിരക്കിലായി പോയി. ഇപ്പൊ എന്നെ വിളിക്കാറേ ഇല്ലല്ലോ കുറച്ചു ദിവസമായിട്ട്. അങ്ങനെയൊന്നുമില്ല. ഞാൻ ആകെ പ്രശ്നത്തിലാ. എന്ത് പ്രശ്നം? എന്നോട് പറ. അതിപ്പം നിന്നോട് പറയാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞ. പ്രിയ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബാലു, എന്താ പ്രിയ? ഇന്നെന്റെ ബർത്ത്ഡേ ആയിരുന്നു. പ്രിയ,
ഇതുപോലെ ഒരെണ്ണം നീ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? 24 വയസ്സ് പ്രായം. ചാവാൻ പറ്റിയ പ്രായമേ അല്ല. നിന്റെ അടുത്ത് ഞാൻ പല തവണ പറഞ്ഞു എൻ്റെ വഴിയിൽ ഇടയിൽ കയറി വരരുതെന്ന്. എന്നിട്ടും ബാങ്കിൽ വന്നിട്ട് അവൻ്റെ ഒരു ഷോ ഓഫ്. നിന്നെ ഞാനിപ്പോൾ കൊല്ലില്ല. ചാവുന്നതല്ല വേദന, ഇഷ്ടപ്പെട്ടവർ മുമ്പിൽ കിടന്നിങ്ങനെ ചത്തുപോകുന്നത് കാണുന്നതാണ് വേദന. പക്ഷേ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എനിക്ക് പറ്റും. ഞാൻ പറഞ്ഞ പോലെ ബാങ്കിൽ നല്ല ജോലി, ഇഷ്ടപ്പെട്ട പെണ്ണ്, നീ ആഗ്രഹിച്ച പോലെ നിന്റെ സംഗീതം, ബാൻഡ്, ഇതെല്ലാം നിന്റെ കയ്യെത്തും ദൂരത്തുണ്ട്. ഞാൻ പറയുന്ന പോലെ ജീവിച്ചാൽ ഓക്കെ. അതുകൊണ്ട് മോനിനി ആരോടൊന്നും പറയാതെ മര്യാദയ്ക്ക് നാളെ മുതൽ ഞാൻ പറയുന്ന വഴിയെ നടക്കും. ഞായറാഴ്ച നമ്മളെല്ലാവരും കൂടി അഡ്വാൻസ് വാങ്ങാൻ പോകും. നീ വന്നൊരക്ഷരം ഉരിയാടാതെ ഞാൻ പറയുന്ന സ്ഥലത്ത് ഒപ്പിടും. ഈ ഡീൽ നടക്കും. അല്ലാതെ ഇതിൻ്റെ ഇടയിൽ ഇനിയും വേറെന്തെങ്കിലും കുരുത്തക്കേട് പ്ലാൻ ചെയ്താൽ അറിയാലോ, അറിയും അവര്. അപ്പൊ അളിയ, ഗുഡ് നൈറ്റ്. ഇതാ. ആ അച്ഛാ. നന്ദു, സമയം 4:30 കേട്ടോ. ബാലു, ബോബ് മാർലിയുടെ പാട്ട് വേണോ അതോ ബാബുരാജിന്റെ പാട്ട് മതിയോ? പറയടോ. ഇപ്പം ഡ്രൈവ് ചെയ്യുന്ന അളിയനല്ലേ, ഏതായാലും മതി. അച്ഛനല്ലേ പറഞ്ഞു ഇതിന് പഴയ പാട്ടൊന്നും ഇഷ്ടമല്ലാന്ന്. ഇപ്പൊ കണ്ടോ, നമ്മുടെ ബാലുവിന് ഇഷ്ടമല്ലാത്തതൊക്കെ പിടിച്ചു തുടങ്ങി. നോക്കിയേ. നീ ബെല്ലടിക്കുന്നൊന്നും കേൾക്കുന്നില്ലേ? എന്താ ചെയ്യാ? ആ സതീഷ്, എന്തേ? അച്ഛാ, ആ ബ്രോക്കേഴ്സ് റൂം നമ്പർ 405 നമുക്കൊന്ന് അവരെ കണ്ട ആ ബ്രോക്കറേജ് ഒന്ന് ഫിക്സ് ചെയ്യാം. ഞാൻ പോരാ. ഞാൻ അടിച്ചോളാം. എന്തായാലും മൂപ്പരെ കണ്ടത് നന്നായി. അതെ, ഈ കമ്മീഷന്റെ റേറ്റ് കുറച്ച് ചവിട്ടി പിടിക്കണമല്ലേ അച്ഛൻ നല്ലത്. കുറച്ച് കൂടുതലാണ്. ഇപ്പൊ കമ്മീഷന്റെ പരിപാടിക്ക് പോകുന്നത് ഏറ്റവും നല്ലത്. അച്ഛാ, ഈ വരുന്ന പാർട്ടികളുടെ റൂമിന്റെ കാര്യം 1 മണിക്കൂർ കൊണ്ട് മാനേജർ പറയാന്നാ പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് ഏർപ്പാടാക്കിയിട്ട് റൂമിലേക്ക് പോവാം. ആ ശരി. സതീഷ് ചേട്ടൻ്റെ കൂടെ അച്ഛനും പോയിട്ടുണ്ടോ? എന്താടാ, എന്തു പറ്റി? ഏയ്
എക്സ്ക്യൂസ് മീ. യെസ് സാർ. എന്തായി റൂമിൻ്റെ കാര്യം? സാർ ഒരു മിനിറ്റ് ഇരിക്കൂ പ്ലീസ്. ഇനി പോയി ആ ജി എമ്മിനെ ഒന്ന് വിളിക്കൂ. ഓക്കെ സാർ. സാർ ഒന്ന് വെയിറ്റ് ചെയ്യൂ. ജി എം ഒന്ന് വന്നോട്ടെ. നന്ദു ശരിക്കും ഹാപ്പിയാണല്ലോ അല്ലേ? പിന്നല്ലാതെ. നീ എന്ത് വിചാരിച്ചു? ഞങ്ങളിപ്പോ തന്നെ ആകെ എക്സൈറ്റ്മെന്റില. ഒരാളുകൂടി വരുമല്ലേ? നന്ദു ഹാപ്പിയാൽ മതി. മതി, എനിക്കത് മതി. ഇവൻ സതീഷിന് വെടിവെച്ചു. ഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ല. അച്ഛന് വല്ലതും പറ്റിയോ? നോക്കട്ടെ. ഞാൻ ബാലു പറഞ്ഞിട്ടാ ഇതൊക്കെ ചെയ്തത്. ബാലു, എന്തൊക്കെയാ ഇവര് പറയുന്നേ? അതെ, സ്ഥലത്തിന്റെ അഡ്വാൻസ് കിട്ടുമ്പോൾ അച്ഛനറിയാതെ 50 ലക്ഷം രൂപ ബാലുവിന് വേണമെന്ന് പറഞ്ഞ് ബാങ്കിൽ ചെന്ന് ബഹളം ഉണ്ടാക്കി. അച്ഛനറിയാതെ പൈസ തരാൻ പറ്റില്ല എന്ന് സതീഷേട്ടൻ പറഞ്ഞപ്പോൾ അതിന്റെ ദേഷ്യത്തിൽ ബാലു എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. ഞാനോ? ഞാനങ്ങനൊന്നും സതീഷിനെ കാണാൻ നീ ബാങ്കിൽ പോയിരുന്നു? പോയിരുന്നു, പക്ഷെ പ്രശ്നം ഉണ്ടാക്കി ഇതിനു വേണ്ടി. നിനക്ക് നല്ലത് വരണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഇവനെ പോലും നീ വെറുതെ വിട്ടില്ലല്ലോടാ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഒരണ പൈസ എന്റെ മോൻ സ്വപ്നം കാണണ്ട. തറവാട് വക സ്വത്ത് അവിടെ കാണും. അത് നീ എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തു. ഇത് ഞാൻ എൻ്റെ അധ്വാനം കൊണ്ട് സമ്പാദിച്ചതാണ്. ഇത് ആർക്ക് കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ജീവിതത്തിൽ എന്തെങ്കിലും നന്നാവെന്ന് വിചാരിച്ചു, പക്ഷെ നന്നാവില്ല ഒരിക്കലും. ചേച്ചി, ചേച്ചി ഞാൻ മതി. കുറച്ചു മുൻപ് വരെ എന്നോട് സംസാരിക്കുമ്പോഴും നിന്റെ മനസ്സിൽ ഇതൊക്കെയായിരുന്നല്ലേ ബാലു? ചേച്ചി, ചേച്ചിയുടെ സന്തോഷം അത് മാത്രം മതിയല്ലേ നിനക്ക്? ഒരനിയന് തരാവുന്ന ഏറ്റവും വലിയ സമ്മാനം തന്നെ നീ എനിക്ക് തന്നു ബാലു. കണ്ടോ, നിന്റെ വീട്ടിൽ നിന്ന് എന്നെ പടിയിറക്കാൻ നീ മനസ്സിൽ വിചാരിച്ചപ്പോഴേ നീ പുറത്തായി. അന്നേ പറഞ്ഞതാ ഇത് ചാവാൻ പറ്റിയ പ്രായമല്ല. ബുദ്ധിയില്ല നിനക്ക്. ദേ ഇവനെ കണ്ടോ? നിനക്ക് ഓഫർ ചെയ്ത 50 ലക്ഷം രൂപ നിനക്ക് ഈ പണി തന്നിട്ടാണെങ്കിലും ഇവൻ വാങ്ങിച്ചെടുത്തു. ബൈക്കിന്റെ കയ്യിൽ 50 ലക്ഷം എനിക്ക് തരൂ. മനസ്സിലായോടാ? നീ എന്താണ് അതിനെ കുറിച്ച് പറഞ്ഞത്? എനിക്ക് പണം തന്നെയാണ് വലുത്. കാശ് കിട്ടാൻ നീ നിന്റെ അച്ഛൻ അവരെ കൊണ്ടുവന്നോളാം.